ഹലോ ഡിയേഴ്സ്, ടീച്ചർ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 11th ചാപ്റ്ററായ ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ് നോക്കൂ, ചിത്രങ്ങളൊക്കെ കണ്ടോ? ഒബ്സർവ് ദ അബോവ് പിക്ചേഴ്സ്. എന്താണ് ആ മുകളിൽ തന്നിരിക്കുന്ന ചിത്രങ്ങൾ? ഈ 3 ചിത്രങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. 3 ചിത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ. ഈ 3 ചിത്രങ്ങളിലെ കണ്ടോ? എന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് കാണുന്നത്? വിച്ച് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആർ ദ പിക്ചേഴ്സ് റിലേറ്റഡ് ടു? ഇവ ഏതെല്ലാം ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്? These pictures reflect the day-to-day life of 3 different groups of people in Kerala. എന്താണ്? കേരള സമൂഹത്തിലെ 3 ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചിത്രങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതിഫലിക്കുന്നുണ്ട്. We shall have an inquiry into the varied lifestyles and surroundings of such people. എന്താണ്? കേരള സമൂഹത്തിലെ 3 ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചിത്രങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതിഫലിക്കുകയാണ് അല്ലേ? ഇത്തരം വ്യത്യസ്ത ചുറ്റുപാടുകളും ജീവിത രീതികളുമുള്ള ജനവിഭാഗങ്ങളെ കുറിച്ച് ഒരു അന്വേഷണമായാലോ? അതുവഴി നമുക്ക് സമൂഹത്തിന്റെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ചിത്രം നോക്കിയേ, കണ്ടില്ലേ? ഇത് സിറ്റി ആണ് അല്ലേ? ഇതെന്താണ്? ഒരു ഉള്ളിലുള്ള ഒരു ഗ്രാമം അല്ലെ? തീരെ ഒരു പുറത്തേക്ക് തീരെ വരാത്തല്ലേ? ഇവിടെ നിന്ന് കുറച്ചൊരു ഇതുണ്ട് അല്ലേ? ഇതൊരു സിറ്റി അല്ലേ? അത് ഗ്രാമമാണ് അല്ലേ? നോക്കാം, നമുക്ക് ഇവരൊക്കെ ഒന്ന് നോക്കാം. ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങള്? എന്താണ് ഈ ഗോത്ര സമൂഹം എന്ന് കേട്ടിട്ടുണ്ട്? അതാണ് ട്രൈബൽ കമ്മ്യൂണിറ്റി ട്ടോ. This picture is related to a tribal community in Kerala. എന്താണ്? കേരളത്തിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഒന്നായ ഒരു ബന്ധപ്പെട്ട ഒരു ചിത്രമാണിത്. ഓക്കെ, ട്രൈബൽ കമ്മ്യൂണിറ്റി, കേരളത്തിലെ ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഈ ചിത്രം കാണുന്നത്. ട്രൈബ്സ് ഹാവ് എ യുണീക് ലൈഫ് സ്റ്റൈൽസ്. They are the descendants of the ancient human societies of our country. Now they are generally confined either to forest and hills or to the interior parts and isolated valleys. എന്താണ്? ഈ ഗോത്ര സമൂഹങ്ങൾക്ക് തനതായ ജീവിത രീതികളുണ്ട്. നമ്മുടെ ദേശത്തെ ആദ്യകാല സമൂഹങ്ങളുടെ പിന്മുറക്കാരാണിവർ. ഇന്ന് ഇവരിൽ ഭൂരിഭാഗം പേരും എന്താണ്? പൊതുവെ കാടുകളിലോ കുന്നിൻ മുകളിലോ ഉൾപ്രദേശങ്ങളിലോ ഒറ്റപ്പെട്ട താഴ്വരകളിലോ താമസിക്കുന്നുവെന്ന് മാത്രം. എന്താണ്? ഈ ഗോത്ര സമൂഹങ്ങൾക്ക് തനതായ ജീവിത രീതികളുണ്ട്, അവർക്ക് അവരുടേതായുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ട് അല്ലെ? നമ്മുടെ ദേശത്തെ ആദ്യകാല സമൂഹങ്ങളുടെ ഒരു എന്താണ് ഡീസെൻഡൻസ് ആണ് അല്ലെ? അവര് പിന്മുറക്കാരാണ് അവര്. എന്താണ്? ഇന്ന് ഇവരിൽ ഭൂരിഭാഗം പേരും എന്താ? പൊതുവെ കാടുകളിലോ അല്ലെങ്കിൽ കുന്നിൻ മുകളിലോ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലോ ഒറ്റപ്പെട്ട താഴ്വരകളിലോ ഒക്കെ താമസിക്കുന്നുവെന്ന് മാത്രം. You might have heard of the different tribes in Kerala. Try to recollect the names of a few tribal communities. എന്താണ്? കേരളത്തെ വിവിധ ഗോത്രവർഗ്ഗങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഓർത്ത് നോക്കി ചില ഗോത്രവർഗ്ഗങ്ങളുടെ പേരുകൾ പറയാൻ പറ്റുമോ? 2 എണ്ണം പറഞ്ഞുതരാം. പണിയരും കുറിച്യരും അല്ലെ? എന്താണ് പണിയരും കുറിച്യരും? പിന്നെ എന്തൊക്കെയാ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ഇനി ട്രൈബ്. എന്താ ട്രൈബ് എന്ന് പറഞ്ഞാൽ? ഗോത്രം അല്ലെ? A group of people who live in a particular area and speak a language unique to them is called a tribe. They follow unique customs and rituals. എന്താണ്? ഒരു പൊതു പ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണെന്ത്? ഈ ട്രൈബ്സ്, ഗോത്ര സമൂഹം. അവർ സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു. അവർക്ക് എന്താ? ഫോളോ യുണീക്ക് കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് അല്ലെ? ഇനി എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് എ ട്രൈബൽ കമ്മ്യൂണിറ്റി. എന്താണ്? ഗോത്ര സമൂഹത്തിലെ സവിശേഷതകളാണ് പറയുന്നത്. ലെറ്റ് us try to identify the features of a tribal communities. ഇനി ഗോത്രവർഗ്ഗങ്ങളുടെ സാമൂഹിക ജീവിതത്തിലെ ഫീച്ചേഴ്സ് നമുക്ക് കണ്ടെത്താം. Generally, the tribal settlements are located in the hills, forests or isolated valleys. Each tribal group lives together in a particular area. Their lifestyles are totally different from that of other communities. എന്താണ്? ഈ വർഗത്തിൽപ്പെടുന്നവർ പൊതുവെ എന്താണ്? മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിൻ മുകളിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകളിലോ ആണ് താമസിക്കുന്നത്. എന്താണ്? ഈ ട്രൈബില് പെട്ട ആൾക്കാർ അല്ലെ? ഈ വർഗത്തിൽപ്പെട്ടവരെന്താണ്? പൊതുവെ എന്താണ്? എവിടേക്കാണ് താമസിക്കുന്നത്? ഹില്ലില് അല്ലെങ്കിൽ ഫോറസ്റ്റില് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് വാലീസിൽ അല്ലെ? പൊതുവെ മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിൻ മുകളിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകളിലോ ആണ് എന്ത് താമസിക്കുന്നത്. ഓരോ ഗോത്ര സമൂഹവും ഒരിടത്ത് കൂട്ടമായി ജീവിക്കുന്നു. ഓരോ ഗോത്ര സമൂഹം എന്താണ്? ഒരിടത്ത് കൂട്ടായിട്ടാണ് ജീവിക്കുന്നത്. മറ്റു സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതമാണ് അവർ നയിക്കുന്നത്. മറ്റു സമൂഹങ്ങളിൽ നിന്ന്
വേറിട്ട ഒരു ജീവിതമാണ് എന്ത് അവർ നയിക്കുന്നത്. നോക്കൂ, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓഫ് കേരള, കേരളത്തിലെ ഗോത്ര സമൂഹങ്ങൾ. ആസ് പെർ ദ 1976 amendment of the Scheduled Caste or Scheduled Tribe Act, there are 35 tribal groups in different parts of Kerala. The Paniyar tribe scattered in different districts is the largest. എന്താണ് 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി 35 ഗോത്ര സമൂഹങ്ങളുണ്ട്. പല ജില്ലകളിലും ചിതറിക്കിടക്കുന്ന പണിയർ ആണ് എണ്ണത്തിൽ കൂടുതലുള്ളത്. അപ്പൊ പണിയരൊക്കെയാണ് കൂടുതലുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എന്താണ് ഈ ഇവരെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഗോത്രവിഭാഗത്തിൽ പെടുന്നവരെന്താണ് പൊതുവെ എവിടെയാ താമസിക്കുന്നത് പറഞ്ഞു അല്ലെ. എവിടെ മലകളിലോ അല്ലെങ്കിൽ വനങ്ങളിലോ കുന്നിൻപ്രങ്ങളിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന വാലീസിലൊക്കെയാണ് താമസിക്കുന്നത് അല്ലെ. പിന്നെന്താ, ഓരോ ഗോത്ര സമൂഹവും ഒരിടത്ത് കൂട്ടമായി ജീവിക്കുന്നു. മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതമാണ് അവർ നയിക്കുന്നത്. നോക്കൂ, അടുത്ത് ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഗാദറിംഗ് ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആർ ദ മീൻസ് ഓഫ് ലിവിംഗ് ഓഫ് ദീസ് ട്രൈബ്സ്. മെനി ഓഫ് ദം ആർ എൻഗേജ്ഡ് ഇൻ ദെയർ ട്രഡീഷണൽ ആർട്ടിസൻ വർക്ക്സ്. എന്താണ്, വനവിഭവങ്ങൾ ശേഖരിച്ചും പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുമാണ് ഈ ഗോത്ര സമൂഹങ്ങൾ ജീവിക്കുന്നത്. ഇവർക്കിടയിൽ പലരും പരമ്പരാഗത കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്. പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന തൊഴിലുകൾ ചെയ്യുന്നവരാണ് ഇവരിൽ പലരും. എവറി ട്രൈബൽ സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്. ദീസ് ഡയലക്ട്സ് ഹാവ് നോ സ്ക്രിപ്റ്റ്. എന്താണ്, ഓരോ ഗോത്ര സമൂഹത്തിനും അവരുടേതായ ഭാഷ ഉണ്ട്. ഇവ തനതായ ലിപികളില്ലാത്ത സംസാര ഭാഷയാണ്. ഓക്കെ, ഇവർക്ക് ഓരോ ഭാഷയുണ്ട്, അവരുടേതായ ഭാഷയുണ്ട്. ഇതിനെന്താണ്, ഒരു ലിപികളില്ലാത്ത സംസാര ഭാഷയാണ് അവരുത് അല്ലെ. ലിസ്റ്റഡ് ബിലോ ആർ എ ഫ്യൂ വേർഡ്സ് യൂസ്ഡ് ബൈ ദ മലയ ട്രൈബ്സ് ഓഫ് കേരള. എന്താണ്, കേരളത്തിലെ മലയ സമൂഹം ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. എന്താണിത് നോക്കിയ, വേണ്ടിയാർ. വേണ്ടിയാര് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് വൈഫിനെയാണ്, ഭാര്യക്കാണ് എന്ത് വേണ്ടിയാര് എന്ന് പറയുന്നത് അല്ലെ. പിന്നെന്താണ്, വേത്താരി പറഞ്ഞാൽ എന്താ, ഹസ്ബൻഡ്, ഭർത്താവിനെയാണ് എന്ത് വേത്താരി എന്ന് പറയുന്നത് ഈ വിഭാഗ ആൾക്കാര്. പിന്നെ അപ്പൻ എന്താണ്, അച്ഛനെ, ഫാദറിനെയാണ് അപ്പൻ എന്ന് പറയാ. ഈ പെപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ, ഗ്രാൻഡ് ഫാദറിനെയാണ് അല്ലെ പെപ്പൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്, മോളാരി എന്ന് പറഞ്ഞാൽ ഡോട്ടർ, എന്താണ് മകളെ ഇനി മോനാരി എന്ന് പറയുന്നവരാ സൺ, മകന് അല്ലെ. ഇനി ആച്ചി എന്ന് പറയുന്നത് എന്താണ്, എൽഡർ സിസ്റ്ററിന്, ചേച്ചിക്ക് അല്ലെ. ഇനി ചാട്ടൻ എന്ന് പറയുന്ന ആരെയാണ്, എൽഡർ ബ്രദറിന് അല്ലെ, ജ്യേഷ്ഠനെയാണ് അവർ പറയുന്നത് അല്ലെ, ചാട്ടൻ. ഓക്കെ, ഇതാണ് അവരുടെ ഭാഷ. ഓക്കെ, മലയ ട്രൈബ്സിലുള്ള, കേരളത്തിലുള്ള മലയ ട്രൈബ്സിന് അവർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലെ. വേണ്ടിയാരി, വേത്താരി, അപ്പന്, പെപ്പന്, മോളാരി, മൊണാരി, ആച്ചി, ചാട്ടൻ എന്നൊക്കെ അല്ലെ. ഇതിന്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. These are words indicating family relations. കുടുംബ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന പദങ്ങളാണിവ അല്ലെ. Aren't they similar to what we use today? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല പദങ്ങളുമായി ഇവയ്ക്ക് സാമ്യമില്ലേ? The tribes have their own peculiar lifestyles. They live in close contact with the nature. Geographical features have an important role in formulating the social life of these people. Observe the following pictures. എന്താണ്, ഈ ഗോത്ര സമൂഹങ്ങൾക്ക് അവരുടേതായ സവിശേഷ ജീവിത രീതിയുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി കഴിയുന്നവരാണ് അവർ. അവരുടെ സാമൂഹിക ജീവിതം എന്താണ് രൂപപ്പെടുത്തുന്നതിൽ ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾക്ക് സുപ്രധാന പങ്കുണ്ട്. എന്താണ്, ഈ ട്രൈബ്സിനുണ്ടല്ലോ, ഗോത്ര സമൂഹങ്ങൾക്ക് അവരുടേതായ സവിശേഷ ജീവിത രീതിയുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി കഴിയുന്നവരാണ് അവർ. അവരുടെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ എന്താണ് ഭൂമിശാസ്ത്ര പ്രത്യേകതകൾക്ക്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന് എന്താണ് സുപ്രധാന പങ്കുണ്ട്. ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചർ. ഈ ചിത്രങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുണ്ടോ എവിടെയെങ്കിലും ഈ ചിത്രങ്ങളൊക്കെ? ഇതൊക്കെ എന്താണ്? What do you think the tribes use these implements for? Write their uses below each of the picture. എന്താണ്, ഈ ഉപകരണങ്ങൾ ഗോത്രവർഗക്കാർ എന്തിനെല്ലാമായിരിക്കണം ഉപയോഗിച്ചത്? ഓരോന്നിന്റെയും ഉപയോഗം ചിത്രത്തിനടിയിൽ എഴുതി നോക്കൂ. Isn't it clear that the implements of the tribes are related to their surroundings? ഗോത്ര സമൂഹക്കാരുടെ ഉപകരണങ്ങൾ അവരുടെ ചുറ്റുപാടുകളോട് ബന്ധപ്പെട്ടതാണെന്ന് വ്യക്തമായില്ലേ? ഇല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അമ്പ് അല്ലേ. ഇതെന്തിനുള്ളതാ? പിന്നെ അതുപോലെ ഇതെന്തിനുള്ളതാണ്? ഇതൊക്കെ മീൻ പിടിക്കാനൊക്കെ ഉള്ള വല പോലുള്ളത് അല്ലേ. ഓക്കെ, അതൊക്കെ അറിയുന്ന എഴുതുക. ഓക്കെ.
കമന്റ് ബോക്സിലൊക്കെ എഴുതുക കേട്ടോ. Isn't it clear that the implements of the tribes are related to their surroundings? എന്താണ് ഗോത്ര സമൂഹക്കാരുടെ ഉപകരണങ്ങൾ അവരുടെ ചുറ്റുപാടുകളോട് ബന്ധപ്പെട്ടതാണെന്ന് വ്യക്തമായില്ലേ? The tribes were not of the habit of recording their history or recording the knowledge they acquired. Hence, their myths, folk songs and local knowledge are not familiar to others. Their ethnic art forms of rituals still prevail, though with changes. Read the nature song of the Malaveda tribe in Kerala. എന്താണ് ഈ ട്രൈബ്സിന് അവരുടെ ചരിത്രമോ അറിവുകളോ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രൈബ്സുകളുടെ നാട്ടറിവുകളോ നാടൻ പാട്ടുകളോ ഐതിഹ്യങ്ങളോ മറ്റുള്ളവർക്ക് പൊതുവെ പരിചിതമല്ല. അവരുടെ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റങ്ങളോടെയാണെങ്കിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു ഗോത്ര വിഭാഗമായ മലവേടരുടെ ഒരു പ്രകൃതി ഗീതാണ് താഴെ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇവരെന്താണ് അവരുടെ ചരിത്രമോ അറിവുകളോ ഒന്നും എഴുതി വെക്കാറില്ല. നമ്മളതൊക്കെ നമ്മളെ പൂർവികർതൊക്കെ ഓരോ എഴുതി വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. മുന്നുള്ള ആൾക്കാർ ഓരോ എഴുതി വെച്ചിട്ടാണ് അന്നത്തെ ജീവിതം എങ്ങനെയാന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇവരെന്താണ് ഈ ഗോത്ര സമൂഹങ്ങൾ അവരുടെ ചരിത്രമോ അറിവുകളോ ഒന്നും എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. അതിനുള്ള വായന എഴുത്തൊന്നും അറിയലുണ്ടായിരിക്കൂല അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഗോത്ര സമൂഹങ്ങളുടെ നാട്ടറിവുകളോ നാടൻ പാട്ടുകളോ ഐതിഹ്യങ്ങളോ ഒന്നും മറ്റുള്ളവർക്ക് പൊതുവെ പരിചിതമല്ല അല്ലെ. അവരുടെ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റങ്ങളോടെ ആണെങ്കിലും ഇന്നും നിലനിൽക്കുന്നുണ്ട് അല്ലെ. കേരളത്തിലെ ഒരു ഗോത്ര വിഭാഗമായ മലവേടരുടെ ഒരു പ്രകൃതി ഗീതം ശ്രദ്ധിക്കൂ. ആരെ നോക്കൂ. എന്താണ് ഇച്ചച്ചമെന്തോ ചെയ്തേ ലേല ഒരു മീന്തു ചത്തു പോയേ ലേല ചത്തം ഇന്ദു ചെയ്തേ ലേല ഒരു പരന്തുറാഞ്ചി പോയേ ലേല ആ മീന്തു എന്തു ചെയ്തേ ലേല ഇരുളു മറിന്തു പോയേ ലേല അമ്മരമെന്തു പോയി ചെയ്തേ ലേല ചെറുമീന്തു താനും പോയേ ലേല കലമ്പുഴേല് താന്തു പോയേ ലേല കലമ്പുഴേല് താന്തു പോയേ ലേല. അങ്ങനെയാന്ന് തോന്നുന്നു പാട്ട്. നിങ്ങൾ പാടി നോക്കുക ഏതായാലും കേട്ടോ. ഓക്കെ. Collect such tribal folk songs prevalent in Kerala and present them in your class. എന്താണ് ഈ കേരളത്തിലെ ഈ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഇത്തരം പാട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നവരെ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓക്കെ. അപ്പൊ എന്താണ് ട്രൈബൽ ഫോക്സ് ആണ് അല്ലെ. ഗോത്ര സമൂഹം ട്രൈബ് എന്ന് പറയാൻ അറിയാലോ, ഗോത്രം അല്ലെ. ട്രൈബൽ ഫോക്കിൽ അവരുടെ പാട്ടാണ് അല്ലെ. ഗോത്ര സമൂഹത്തിലുള്ള പാട്ടാണിത്. The place where the tribal people live together is known as ഊര്. കേട്ടിട്ടുണ്ടോ ഊര് എന്ന് എവിടെയെങ്കിലും? നമ്മളെ വയനാട്ടിലൊക്കെ ഉണ്ട് അല്ലെ ഊര് എന്നൊക്കെ. വേറെ എവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഊര് എന്നറിയപ്പെടുന്നു. ഈച്ച് ഊര് ഹാസ് എ ലീഡർ. എന്താണ് ഓരോ ഊരിനും എന്താണ് ഒരു നേതാവ് ഉണ്ടാകും അല്ലെ. പീപ്പിൾ റെസ്പെക്ട്ഫുള്ളി കോൾ ഹിം ഊര് മൂപ്പൻ. എന്താണ് അദ്ദേഹത്തെ എന്താണ് എല്ലാവരും ആദരവോടെ വിളിക്കുന്നത് എന്താണ് ഊര് മൂപ്പൻ എന്നാ വിളിക്കുന്നത് അല്ലെ. The മൂപ്പൻ or a group of senior members including the മൂപ്പൻ look after the administration of the ഊരു. എന്താണ് ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പൻ അടങ്ങുന്ന മുതിർന്ന അംഗങ്ങളുടെ ഒരു സമിതിയോ ആയിരിക്കും. Either the മൂപ്പൻ or the elderly group will have the supreme power in taking decisions on matters like marriage, other disputes, customs, rituals, etc. എന്താണ് വിവാഹം, തർക്കങ്ങൾ, അനുഷ്ഠാന മുറകൾ എന്നിവയിലെല്ലാം തീരുമാനമെടുക്കാൻ മൂപ്പനോ മുതിർന്ന സമിതിക്കോ പരമാധികാരം ഉണ്ടായിരിക്കും. Visit your nearby tribal village ഊര് if any and observe the features of their life. നിങ്ങളുടെ സമീപ പ്രദേശത്തിൽ എവിടെയെങ്കിലും ഈ ട്രൈബ്സ് ഗോത്ര സമൂഹം താമസിക്കുന്ന ഊര് ഉണ്ടെങ്കിൽ സന്ദർശിച്ച് അവരുടെ ജീവിതത്തിലെ സവിശേഷതകളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ എന്താ ഊര് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ട്രൈബ് എന്താണ് ട്രൈബൽ പീപ്പിൾ അല്ലെ ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തിനാണ് ഊര് എന്നറിയപ്പെടുന്നത്. ഓരോ ഊരിനും ഒരു നേതാവ് ഉണ്ടാകും. ആ നേതാവിന്റെ പേരാണ് ഊര് മൂപ്പൻ അല്ലെ. എല്ലാവരും ഊര് മൂപ്പൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക അല്ലെ, ആദരവോടെ വിളിക്കുന്നത്. ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പൻ അടങ്ങുന്ന മുതിർന്ന അംഗങ്ങളുടെ ഒരു സമിതി ആയിരിക്കും അല്ലെ. വിവാഹം, തർക്കങ്ങൾ, അനുഷ്ഠാന മുറകൾ എന്നിവയിലെല്ലാം തീരുമാനമെടുക്കാൻ മൂപ്പനോ മുതിർന്ന സമിതിക്കോ പരമാധികാരം ഉണ്ടായിരിക്കും. ഓക്കെ. ഇതാണ് ഊരുമൂപ്പനെ കുറിച്ചൊക്കെ ഉള്ളത് അല്ലെ. Then അടുത്ത എന്താണ് റൂറൽ കമ്മ്യൂണിറ്റി ആണ് കേട്ടോ ഗോത്ര സമൂഹം. Given below is a picture drawn by Meena.
An 11-year-old girl. The theme of the drawing is her village. Observe the picture carefully. What are the peculiar features of the lifestyles she has depicted? List them. എന്താണ് 11 വയസ്സുകാരിയായ മീന വരച്ച ചിത്രമാണിത്. മീന സ്വന്തം ദേശത്തെയാണ് ചിത്രത്തിൽ പ്രമേയമാക്കിയിട്ടുള്ളത്. ഈ ചിത്രം സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ചിത്രത്തിൽ മീന രേഖപ്പെടുത്തിയ സവിശേഷ ജീവിത രീതികൾ എന്തെല്ലാമാണെന്ന് നോക്കൂ. അതൊന്ന് എഴുതിയേ. എന്തൊക്കെയാണെന്ന് നോക്കിയേ. അവിടെ വൈക്കോല്, നെല്ല്, പട്ടം പറത്തുന്നു, കാളവണ്ടി പോകുന്നു അല്ലേ, കുട്ടികൾ കളിക്കുന്നു, പുല്ല് നടുന്നു, എന്താ ഞാറ് നടുകയാണ് അല്ലേ. ഓക്കെ. ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. എന്താണ് കൃഷിയോട് ചേർന്ന പ്രവർത്തികൾ ഇതിൽ എന്തൊക്കെയാണ്? എന്താ ഇവിടെ നെല്ലിൻ്റെ അത് അല്ലേ, വൈക്കോൽ അടുക്കുന്നതും നെല്ല് പാറ്റുന്നതും വൈക്കോല് ഞാറ് നടുന്നു, തലേ ചുമടായി കൊണ്ടുപോകുന്നതും വണ്ടിയിൽ കൊണ്ടുപോകുന്നതും ഒക്കെ അല്ലേ. അതർ ആസ്പെക്ട്സ്. പിന്നെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാ മറ്റു കാര്യങ്ങൾ? കോഴി തിന്നുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഇവിടെ എന്തോ കച്ചവടം നടത്തുന്നുണ്ട് അല്ലേ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണ് അല്ലേ. കണ്ടോ? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് മീനാസ് കമ്മ്യൂണിറ്റി ഫ്രം ദീസ് ഫീച്ചേഴ്സ്? അപ്പൊ നിങ്ങൾക്ക് ഈ സവിശേഷതകളിൽ നിന്ന് മീനയുടെ സമൂഹത്തെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വാട്ട് വിൽ യു കോൾ സച്ച് എ കമ്മ്യൂണിറ്റി? അത്തരത്തിലുള്ള സമൂഹത്തെ നിങ്ങൾ എന്തു വിളിക്കും? ലിസ്റ്റ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി. എന്താണ് ഗോത്ര സമൂഹത്തിന്റെ പ്രധാന സവിശേഷതകൾ, ഗ്രാമ സമൂഹത്തിന്റെ പ്രധാന സവിശേഷതകൾ കണ്ടെത്തിയിട്ട് എന്താക്കുക, ഇവിടെ ലിസ്റ്റ് ആക്കാനാ പറഞ്ഞിരിക്കുന്നത്. റൂറൽ കമ്മ്യൂണിറ്റി എന്താണ്? ഗ്രാമ സമൂഹത്തിന്റെ കേട്ടോ. Let us examine the features of traditional rural society. എന്താണ് ഈ പരമ്പരാഗത ഗ്രാമ സമൂഹത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ്? People of rural areas are close to each other and know each other. എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അടുത്തറിയാം, അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരിക്കും. എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അടുത്തറിയാം, അവർ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരിക്കും അല്ലെ. Their clothing are simple and so are their lifestyles. ഗ്രാമീണരുടെ വേഷം ലളിതമായിരിക്കും, ജീവിത രീതികൾ സങ്കീർണമല്ല അല്ലെ. പിന്നെന്താണ്? അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഓക്യുപ്പേഷൻ ഓഫ് ട്രഡീഷണൽ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റീസ്. കൃഷിയും അനുബന്ധ തൊഴിലുകളുമാണ് പരമ്പരാഗത ഗ്രാമ സമൂഹങ്ങളിൽ മുഖ്യം. കാറ്റിൽ റിയറിംഗ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ആർ ഓൾസോ ദെയർ മീൻസ് ഓഫ് ലിവിംഗ്. എന്താണ്? ഈ കൈത്തൊഴിലുകൾ, കന്നുകാലി വളർത്തൽ, കരകൗശല വസ്തു നിർമ്മാണം തുടങ്ങിയവയും ഗ്രാമീണരുടെ ഉപജീവന മാർഗങ്ങളാണ്. പിന്നെ Joint family system had great importance in traditional village. പരമ്പരാഗത ഗ്രാമങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. Many rural joint families had their own traditional occupations undertaken by their clan. പല ഗ്രാമീണ കൂട്ടുകുടുംബങ്ങൾക്കും അവരുടേതായ കുലത്തൊഴിൽ ഉണ്ടായിരുന്നു. Villages give importance to neighborhood relations. They share and care for each other's happiness and sorrow. Generally, all of them take part in rituals and festivals. എന്താണ്? അയൽപക്ക ബന്ധത്തിന് ഗ്രാമം പ്രാധാന്യം നൽകുന്നു, സുഖത്തിനും ദുഃഖത്തിനും അവർ ഒത്തുചേരുന്നു, ചടങ്ങുകളിലും ഉത്സവങ്ങളിലും പൊതുവെ എല്ലാവരും പങ്കെടുക്കുന്നു. Villages help others and cooperate with each other. ഗ്രാമീണർ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഫീച്ചറാണ് കേട്ടോ ഈ റൂറൽ കമ്മ്യൂണിറ്റിന്റെ. ഫെസ്റ്റിവൽസ് ഹാവ് എ ഗ്രേറ്റ് പ്ലേസ് ഇൻ ദ വില്ലേജ് ലൈഫ്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് ആർ ദ മേജർ സെലിബ്രേഷൻസ് ഇൻ ദ വില്ലേജസ്. ഉത്സവങ്ങൾക്ക് ഗ്രാമീണ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കൊയ്ത്തുത്സവങ്ങൾ ഗ്രാമത്തിലെ പ്രധാന ആഘോഷങ്ങളായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ഈ ഫീച്ചേഴ്സ് ഓഫ് എ റൂറൽ കമ്മ്യൂണിറ്റി അല്ലെ. ക്യാൻ യു ഐഡന്റിഫൈ സം ഓഫ് ദ ഓക്യുപ്പേഷൻസ് ദാറ്റ് വേർ പ്രിവലന്റ് ഇൻ വില്ലേജസ്? ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന ചില തൊഴിലുകൾ കണ്ടെത്താനാവുമോ? പോട്ടറി അല്ലെ, എന്താ മൺപാത്ര നിർമ്മാണം. പിന്നെയോ കാറ്റിൽ റിയറിംഗ്. പിന്നെയോ ഫാമിങ് അല്ലെ. പിന്നെയോ അതൊക്കെ എഴുതുക കേട്ടോ. നിങ്ങൾ കമന്റ് ആയിട്ടും എഴുതുക കേട്ടോ, നിങ്ങൾ അറിയുന്നതൊക്കെ എഴുതുക. India continues to be a land of villages, but many of the villages are getting transformed into towns and cities. It is also noticed that many features of traditional villages are vanishing now. എന്താണ്? ഇന്ത്യ ഇന്നും ഗ്രാമങ്ങളുടെ നാടാണ് അല്ലെ, എന്നാൽ പല ഗ്രാമങ്ങളും പട്ടണങ്ങളായും നഗരങ്ങളായും മാറുന്നുണ്ട് അല്ലെ. പഴയകാല ഗ്രാമങ്ങളുടെ സവിശേഷതകൾ ഇല്ലാതാകുന്നതും എന്താണ് കാണാനാവും. ഓക്കെ, then എന്താണ് ചേഞ്ചിങ് വില്ലേജസ്? എന്താണ് മാറുന്ന ഗ്രാമങ്ങൾ അല്ലെ. Can you trace the changing face of our village? What are the changes you can identify in the modern villages? ഈ ഗ്രാമങ്ങൾക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനാവുന്നുണ്ടോ?
മുകളിൽ ചർച്ച ചെയ്ത പരമ്പരാഗത ഗ്രാമങ്ങളുടെ സവിശേഷതകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്നത്തെ ഗ്രാമങ്ങളിൽ പ്രകടമാവുന്നത്? Many of the villages do not retain their original form anymore. Villages transform into towns, towns into cities, and some cities into metro cities. The cities attract the village folk, offering better prospects in employment, education, etc. People migrate on the large scale to cities like Mumbai, Delhi, Kolkata, Chennai, Bangalore, and Kochi. എന്താണ് ഇവിടെ പല മാറ്റങ്ങളാണ് വരുന്നത് അല്ലേ? എന്താണ് ഗ്രാമങ്ങളിൽ പലതും പഴയ രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നില്ല അല്ലെ? ഗ്രാമങ്ങൾ പട്ടണങ്ങളായും പട്ടണങ്ങൾ നഗരങ്ങളായും ചില നഗരങ്ങൾ വൻ നഗരങ്ങളായും മാറുന്നുണ്ട് അല്ലെ? ഗ്രാമങ്ങളിലുള്ളവരെ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൂടെ എന്താണ് ആകർഷിക്കുന്നു. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, കൊച്ചി തുടങ്ങിയ നഗരങ്ങളിലേക്ക് വ്യാപകമായ കുടിയേറ്റമാണ് നടക്കുന്നത് അല്ലെ? എന്താണ് ഇവിടെ പറയുന്നത്? ഗ്രാമങ്ങളിൽ പലതും എന്താ പഴയ രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നില്ല അല്ലെ? ഈ ഗ്രാമങ്ങൾ പട്ടണങ്ങളായി മാറുകയാണ് അല്ലെ? അതുപോലെ പട്ടണങ്ങൾ നഗരങ്ങളാവുകയാണ് അല്ലെ? ചില നഗരങ്ങൾ എന്താ വൻ നഗരങ്ങളായി മാറുകയാണ് അല്ലെ? എന്താണ് മെട്രോ സിറ്റി ആയി മാറുകയാണ് അല്ലെ? പിന്നെന്താണ് ഈ നഗരം ഗ്രാമങ്ങളിലുള്ളവരെ തൊഴിൽ, നഗരം എന്താക്കുകയാണ് ഗ്രാമത്തിലുള്ള ആൾക്കാരെ തൊഴിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എന്താണ് കുടിയേറ്റുകയാണ് അല്ലെ? എന്താണ് തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൂടെ ആകർഷിക്കുകയാണ് അല്ലെ? മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, കൊച്ചി ഇവിടെയൊക്കെ എന്താണ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് എന്താണ് വ്യാപകമായി ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാണ് അല്ലെ? അങ്ങോട്ടേക്ക് പോവാണ് അല്ലെ? കുടിയേറ്റമാണ് നടക്കുന്നത്. Observe your village or nearby village and find out how they are different from the traditional villages discussed above. Prepare a note on it. എന്താണ് നിങ്ങളുടെ ഗ്രാമം അല്ലെങ്കിൽ സമീപ ഗ്രാമം നിരീക്ഷിച്ച് എന്താണ് മുകളിൽ ചർച്ച ചെയ്ത ഈ പരമ്പരാഗത ഗ്രാമങ്ങളുടെ സവിശേഷതകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടെത്തി ഒരു നോട്ട് തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊക്കെ നന്നായി പഠിക്കുക കേട്ടോ, നന്നായി പഠിക്കണം. ദെൻ അടുത്തത് എന്താണ് അർബൻ കമ്മ്യൂണിറ്റി ആണ് കേട്ടോ. എന്താണ് അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? നഗരം അല്ലെ? റൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാമം കേട്ടോ. അർബൻ എന്ന് പറഞ്ഞാൽ നഗര സമൂഹം കേട്ടോ. റൂറൽ കമ്മ്യൂണിറ്റി പറഞ്ഞാല് ഗ്രാമത്തിലുള്ള ആൾക്കാർ. അർബൻ എന്ന് പറഞ്ഞാല് നഗരം, നഗര സമൂഹം അല്ലെ? ഹാവ് യു എവർ വിസിറ്റഡ് ടു മെട്രോ സിറ്റി? നിങ്ങൾ ഒരു വൻ നഗരം സന്ദർശിച്ചിട്ടുണ്ടോ? ടൂറൊക്കെ പോയിണ്ടാവും അല്ലെ? അല്ലെങ്കിൽ അവിടെ ആയിരിക്കും ചിലർ അല്ലെ? Read the letter sent by Sheena, a 6th standard student, to her friend Archana. എന്താണ് 6ാം ക്ലാസ്സുകാരിയായ ഷീന സുഹൃത്തായ അർച്ചനയ്ക്ക് അയച്ച കത്ത് വായിക്കൂ. Dear Archana, പ്രിയപ്പെട്ട അർച്ചനയ്ക്ക്, I am writing this lecture from Bangalore city. Today, Bangalore has become one of the important cities in India. The region has grown into a mega city over the last 50 years. It is full of skyscrapers. Metro cities are actually called concrete jungles. These buildings are so tall that you cannot see their tops. Most of the streets are two-lane tracks. Vehicles ply in both directions along the separate tracks. Never-ending traffic can be seen at all times. Hence, it is not possible to cross the roads as you please. You have to use the zebra crossings and wait for the green traffic signals. Otherwise, you are finished. The multitude of vehicles cause environmental pollution. Vehicles and factories are equally responsible for air pollution. Scarcity of fresh water is also a major problem in Bangalore. Flats can be seen everywhere here. Many people live in big villas and flats. I am told that a building accommodates nearly 200 families. There are several schools and colleges. It is true that Bangalore city has parks and gardens. The museums and the zoo are enchanting. Actually, I am eager to stay here for a few more days and do sightseeing. Would you like to join me, Archana? With love, Sheena. Bangalore 16th May 2014. അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ഈ ഷീന അർച്ചനക്ക് കത്ത് എഴുതിയത്? എന്താ കത്ത് എഴുതിയത്? I am writing this letter from Bangalore city. അല്ലേ? ഞാൻ ഈ കത്ത് എഴുതുന്നത് എവിടെ നിന്നാണ്? ബാംഗ്ലൂർ നഗരത്തിൽ നിന്നാണ് അല്ലെ? ഇന്ന് ബാംഗ്ലൂർ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന നഗരമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ട് കൊണ്ടാണത്രേ ഈ പ്രദേശം ഇങ്ങനെ ഒരു വൻ നഗരമായി മാറിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് മഹാനഗരമായി തീർന്ന ഒരു പ്രദേശമാണിത്. ബാംഗ്ലൂർ അല്ലെ? എവിടെയും ആകാശം കുത്തിത്തുളയ്ക്കുന്ന കെട്ടിടങ്ങളാണ്. കോൺക്രീറ്റ് കാടുകൾ എന്ന വൻ നഗരങ്ങളെ വിളിക്കുന്നത് എത്ര ശരിയാണ്. കെട്ടിടങ്ങളുടെ താഴെ നിന്ന് നോക്കിയാൽ മേലെ അറ്റം കാണാനാവില്ല.
നിരത്തുകൾ അധികവും 2 വരിപ്പാതകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ ഓരോ പാതയിലൂടെയും പോകുന്നു. നിരമുറിയാത്ത വാഹനങ്ങളുടെ ഒഴുക്കാണ് ഏത് നേരത്തും. അതുകൊണ്ട് തന്നെ എവിടെ നിന്നും റോഡ് മുറിച്ചു കടക്കാൻ പറ്റില്ല. വെള്ള വരയിട്ട ഇടങ്ങളിൽ സിഗ്നൽ വെളിച്ചം നോക്കിയേ നിരത്ത് മുറിച്ചു കടക്കാൻ പാടുള്ളൂ സീബ്ര ലൈനിൽ അല്ലെ, ഇല്ലെങ്കിൽ കഥ കഴിയും. സീബ്ര ലൈനിലൂടെ എന്താ സിഗ്നൽ നോക്കണം അല്ലെ, അവിടെ സിഗ്നൽ കറക്റ്റ് ആയിട്ട് എന്താ പച്ച കത്തിയാൽ മാത്രമേ എന്താ മുറിച്ചു കടക്കാൻ പറ്റുള്ളൂ അല്ലെ, അല്ലാതെ നമ്മൾ മുറിച്ചു കടന്നാൽ എന്താണ് നമ്മളെ കഥ കഴിയും അല്ലെ. വാഹനങ്ങളുടെ ആധിക്യവും ഇവിടെ പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമാകുന്നുണ്ട്. എന്താണ് വാഹനങ്ങളുടെ കൂടുതൽ ഇവിടെ എന്താണ് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നു. വാഹനങ്ങളും ഫാക്ടറികളും ശുദ്ധവായു ഇല്ലാതാക്കുന്നുണ്ട്. ശുദ്ധജലക്ഷാമവും ബാംഗ്ലൂരിലെ മുഖ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ്. ശുദ്ധജലക്ഷാമം എന്താണ് ബാംഗ്ലൂരിലെ മുഖ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് അല്ലെ. നഗരത്തിൽ ഫ്ലാറ്റുകളെ കാണുന്നുള്ളൂ. വലിയ വില്ലകളിലും ഫ്ലാറ്റുകളിലുമാണ് പലരും കഴിയുന്നത്. നഗരത്തിൽ എന്താ ഫ്ലാറ്റുകളെ കാണുന്നുള്ളൂ അല്ലെ, വലിയ വില്ലകളിലും ഫ്ലാറ്റുകളിലുമാണ് പലരും കഴിയുന്നത്. ഒരു ഫ്ലാറ്റിൽ 200ഓളം കുടുംബങ്ങൾ കഴിയുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വലിയ കോളേജുകളും സ്കൂളുകളും ധാരാളം. ബാംഗ്ലൂർ നഗരത്തിൽ പാർക്കുകളും പൂന്തോട്ടങ്ങളും ഉണ്ട്. കാഴ്ച ബംഗ്ലാവുകളും മ്യൂസിയങ്ങളും എത്ര കണ്ടാലും മതിയാവില്ല. സത്യത്തിൽ ഈ നഗരത്തിൽ ഇനിയും കുറേ നാളുകൾ ചുറ്റിക്കറങ്ങാനാ തോന്നുന്നത്. എന്താ അർച്ചന വരുന്നോ? സ്നേഹത്തോടെ ഷീന അല്ലെ, ഷീന എഴുതിയതാണ് അർച്ചനക്ക് അല്ലെ. അപ്പൊ ബാംഗ്ലൂർ നഗരത്തെ കുറിച്ചാണ് എഴുതിയത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ബാംഗ്ലൂരിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ബാംഗ്ലൂർ 16th May 2014 എഴുതിയത് അല്ലെ. Haven't you got the picture of a city when you read Sheena's letter? Let us prepare a chart showing a peculiar features of cities. അപ്പൊ എന്താണ് ഇവിടെ ഷീനയുടെ കത്ത് വായിച്ചപ്പോൾ ഒരു നഗരത്തിന്റെ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നഗരങ്ങളുടെ സവിശേഷ സ്വഭാവങ്ങളുടെ ഒരു ചാർട്ട് നമുക്ക് ഉണ്ടാക്കാം. നോക്കിയേ, ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ് അല്ലെ, സെന്റേഴ്സ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്താണ് വൈവിധ്യങ്ങളുടെ കേന്ദ്രം. എന്തൊക്കെയാ? സ്പീക്ക് മെനി ലാംഗ്വേജസ്, വിയർ ഡിഫറെന്റ് ക്ലോത്ത്സ്, ഫോളോ ഡൈവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ്. എന്താണ് ഡൈവേഴ്സിറ്റീസ് എന്തൊക്കെയാണ്? പല ഭാഷകൾ സംസാരിക്കുന്നുണ്ട്, പല വേഷങ്ങൾ അണിയുന്നുണ്ട്, വിവിധ ഭക്ഷണ രീതികളാണ് പിന്തുടരുന്നത് അല്ലെ. ഈ ലാൻഡ് ഓഫ് ഡിഫറെന്റ് ഒക്യുപ്പേഷൻസ്, പലവിധ തൊഴിലുകളുടെ ദേശം. ഒക്യുപ്പേഷൻസ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. Different socio-economic classes are formed based on occupations. Different occupations give birth to different labor organizations. എന്താണ് വ്യവസായത്തോടും വ്യാപാരത്തോടും ബന്ധപ്പെട്ട തൊഴിലുകൾ വിവിധ സാമ്പത്തിക സാമൂഹിക വർഗങ്ങളെ ക്ലാസസ് ഉണ്ടാക്കുന്നു. തൊഴിൽ സംഘടനകൾ രൂപം കൊള്ളുന്നു. ഈ സെന്റർ ഓഫ് ലാർജ് ബിൽഡിംഗ് എന്താ വലിയ ഫ്ലാറ്റുകളുടെ കേന്ദ്രം. എന്താ ഫ്ലാറ്റ്, മാൾസ്, സൂപ്പർ മാർക്കറ്റ്സ്, ബംഗ്ലാവ്സ് അല്ലെ. എന്താ ഫ്ലാറ്റുകൾ, മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബംഗ്ലാവുകൾ. ഈ അർബൻ ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, മോഡേൺ ലൈഫ് സ്റ്റൈൽ, ഡൈവേഴ്സ് ലൈഫ് സ്റ്റൈൽ. എന്താണ് ഫാഷനുകൾ, ആധുനിക ജീവിത ശൈലികൾ, വൈവിധ്യപൂർണമായ ജീവിത ശൈലികൾ. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, കൂടുതൽ ജനസാന്ദ്രത. സ്ട്രംസ് എന്താ ചേരി പ്രദേശങ്ങൾ. അതൊക്കെയാണ് എന്ത് ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ് കേട്ടോ. ഓക്കെ, ദെൻ പ്രോബ്ലം ഇൻ സിറ്റീസ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് സിറ്റീസ് പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെ. നഗരത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. തിങ്ങി നിറഞ്ഞ റോഡാണ് അല്ലെ, പൊല്യൂഷൻ നന്നായി ഉണ്ടാവില്ലേ, എയർ പൊല്യൂഷൻ ഉണ്ടാവില്ലേ, അതിലെ പുകയൊക്കെ അടഞ്ഞിട്ടില്ലേ. നോക്കൂ, സിറ്റീസ് അട്രാക്ട് മെനി ബട്ട് there are reasons for cities to be distracted as well. Why? Look at this picture. എന്താണ് നഗരം പലരെയും ആകർഷിക്കുന്നുണ്ട് അല്ലെ. പലർക്കും നഗരം ഇഷ്ടപ്പെടാതിരിക്കാനും കാരണങ്ങളില്ലേ. ഈ ചിത്രം നോക്കിയേ. The picture shows the traffic congestion in a city. The multitude of vehicles causes air pollution. This leads to many diseases. അല്ലെ, നഗരത്തിലെ ഗതാഗത കുരുക്കിന്റെ ഒരു ചിത്രമാണിത് അല്ലെ. വാഹനങ്ങളുടെ ആധിക്യം വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് അല്ലെ. അത് പല രോഗങ്ങൾക്കും വഴിയൊരുക്കുകയാണ് അല്ലെ. മെനി ഡിസീസസിന് കാരണമാകുന്നുണ്ട് ഈ എയർ പൊല്യൂഷൻ അല്ലെ. ഇറ്റ് ഈസ് എ റിയാലിറ്റി ദാറ്റ് സിറ്റീസ് possess many facilities as well. But do you know that cities are also centers of several problems? എന്താണ് നഗരത്തിൽ പലവിധ സൗകര്യങ്ങളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നഗരം പലവിധ പ്രശ്നങ്ങളുടെയും കേന്ദ്രം കൂടിയാണെന്ന് അറിയാമോ? Some people find it tough to live in cities. എന്താണ് പ്രശ്നങ്ങളുടെ കേന്ദ്രം എന്താ നഗര ജീവിതം ചിലർക്ക് എന്താ ദുഷ്കരമാണ് അല്ലെ. Both upper class who enjoy all comforts in life and the poor lower class in slums live in the cities. Many of the problems in the cities affect all of them. എന്താണ് സുഖ സൗകര്യങ്ങളെ ജീവിതം ആഘോഷിക്കുന്നവരും ചേരികളിലും തെരുവോരങ്ങളിലും കഴിയുന്നവരും നഗരത്തിലുണ്ട്. നഗരത്തിലെ പല പ്രശ്നങ്ങളും എല്ലാവരെയും ബാധിക്കുന്നതാണ്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലെ. ഏതൊക്കെയാണ് കണ്ടെത്താൻ കഴിയുന്നുണ്ട് അല്ലെ. അവ ഏതൊക്കെയാണ്
ആരൊക്കെയാണ്? ബോത്ത് അപ്പർ ക്ലാസ് ആൻഡ് ഹു എൻജോയ് ഓൾ കംഫർട്ട്സ് ഇൻ ലൈഫ് ആൻഡ് ദ പുവർ ലോവർ ക്ലാസ് ഇൻ slums live in the cities. Many of the problems in the cities affect all of them. എന്താ പറയുന്നത്? നഗരജീവിതം ചിലർക്ക് ദുഷ്കരമാണ്. സുഖസൗകര്യങ്ങളിൽ ജീവിതം ആഘോഷിക്കുന്നവരും ചേരികളിലും തെരുവോരങ്ങളിലും കഴിയുന്നവരും നഗരത്തിലുണ്ട് അല്ലെ. എന്താണ് അവിടെ ഈ പുവർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ, സ്ലമ്മിലൊക്കെ ജീവിക്കുന്നവരുണ്ട് അല്ലെ. നഗരത്തിലെ പല പ്രശ്നങ്ങളും എല്ലാവരെയും ബാധിക്കുന്നതാണ് അല്ലെ. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് കണ്ടെത്താം. കളക്ട് ന്യൂസ് ഐറ്റംസ് ഫ്രം ദ ന്യൂസ് പേപ്പർ റിഗാർഡിംഗ് ദ പ്രോബ്ലംസ് ഇൻ സിറ്റീസ്. പ്രിപ്പയർ ആൻഡ് പ്രസന്റ് a collage in the class using news on traffic, dogs, slums, use of drugs and crimes. എന്താണ് നഗരത്തിലെ പലവിധ പ്രശ്നങ്ങൾ പത്രവാർത്തകളിൽ നിന്ന് ശേഖരിക്കുക. നിങ്ങൾ ന്യൂസ് പേപ്പർ ഒക്കെ വരുത്തുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇന്ന് നിങ്ങൾ എന്താക്കുക, ഈ നഗരത്തിലെ പലവിധ പ്രശ്നങ്ങൾ അതിൽ കാണാൻ കഴിയും അല്ലെ. അതൊക്കെ നിങ്ങൾ ശേഖരിക്കുക. പിന്നെ ഗതാഗത കുരുക്ക്, ചേരികൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള പത്രവാർത്തകൾ ഉപയോഗിച്ച് എന്താണ് കൊളാഷ് ഉണ്ടാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഓക്കെ. Then what are the solutions to the problems in the cities and villages? Discuss in groups. You can use the following chart for discussion. എന്താണ് നഗരത്തിലും ഗ്രാമത്തിലുമുള്ള പ്രശ്നങ്ങൾ എന്താണ് പരിഹാരം? സംഘങ്ങളായി ചർച്ച ചെയ്യുക. ചർച്ചയ്ക്ക് ഈ ചാർട്ട് ഉപയോഗിക്കാം. എന്താണ് റെമഡീസ് ടു ദ പ്രോബ്ലംസ് ഇൻ സിറ്റീസ്. നഗരത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗങ്ങൾ എന്താണ്? സിസ്റ്റമാറ്റിക് പ്ലാനിംഗ്, eco-friendly construction, housing policy, basic facilities for making lifestyle easy അല്ലെ. എന്താണ് നഗരത്തിലെ പ്രശ്നങ്ങളുടെ റെമഡി, പരിഹാര മാർഗം എന്താ? ചിട്ടയോടെയുള്ള ആസൂത്രണം, സിസ്റ്റമാറ്റിക് പ്ലാനിങ് അല്ലെ. പിന്നെന്താണ് എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ, എന്താണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഹൗസിംഗ് പോളിസി, പാർപ്പിട നയം. പിന്നെന്താണ് ബേസിക് ഫെസിലിറ്റീസ് ഫോർ മേക്കിംഗ് ലൈഫ് ഈസി, ജീവിതം സുഗമമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ. ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ലൈഫ്, എന്താണ് എന്തൊക്കെയാണ് ജീവിത രീതികൾ നമ്മൾ പഠിച്ചത്? ട്രൈബൽ കമ്മ്യൂണിറ്റി പഠിച്ചു, വില്ലേജ് കമ്മ്യൂണിറ്റി പഠിച്ചു, അർബൻ കമ്മ്യൂണിറ്റി പഠിച്ചു അല്ലെ. ഗോത്ര സമൂഹം പഠിച്ചു, ഗ്രാമ സമൂഹം പഠിച്ചു, നഗര സമൂഹം പഠിച്ചു. ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്കറിയാം, സവിശേഷതകളൊക്കെ പഠിച്ചു. അതുപോലെ വില്ലേജ് കമ്മ്യൂണിറ്റിയിൽ എന്താ ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ വില്ലേജ് ഉണ്ട്, ചേഞ്ചസ് ഒക്കേർഡ് ഇൻ റൂറൽ വില്ലേജ് സൊസൈറ്റീസ് ഉണ്ട് അല്ലെ. പരമ്പരാഗത ഗ്രാമത്തിന്റെ സവിശേഷതകളും അതുപോലെ ഗ്രാമ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും അല്ലെ. പിന്നെ അർബൻ കമ്മ്യൂണിറ്റീസിന്റെ ഫീച്ചേഴ്സും അർബൻ പ്രോബ്ലംസും റെമഡിയൽ മെഷേഴ്സും അല്ലെ. എന്താ സവിശേഷതകളും നാഗരിക പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഓക്കെ. അപ്പൊ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഒരു ചാപ്റ്റർ മൊത്തം ടീച്ചർ ഇതിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ടീച്ചർ ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.